നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഏതൊരു കാര്യത്തിനും നല്ല ഒരു ഭാഗവും അഴുക്കായ മറുഭാഗവുമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഗുണവും ദോഷവും ഇടകലർന്നാണ് തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്. ഇത് മൃഗങ്ങളിൽ കാണുവാൻ കഴിയും. ചില മൃഗങ്ങൾ ചില സമയം മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, എന്നാൽ ഉപദ്രവിക്കാത്ത മൃഗങ്ങളുമുണ്ട്. ഉപദ്രവിക്കുന്നതിനോട് അനുകൂലിക്കുന്ന മൃഗങ്ങളും അനുകൂലിക്കാത്ത മൃഗങ്ങളുമുണ്ട്. ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിലും എപ്പോഴും നല്ലതും തീയതും സമ്മിശ്രമായി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിലാണ് മനുഷ്യൻ നിലകൊള്ളുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ അത് എതിരാണ്. ആത്മാവിന്റെ ആഗ്രഹത്തിന്, ഇഷ്ടത്തിന്, ഇംഗിതത്തിന്, താല്പര്യത്തിന് എതിരാണ് ജഡത്തിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും ഇച്ഛകളും പ്രവൃത്തികളും. അങ്ങനെയെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ക്രൈസ്തവ ജീവിതം നയിക്കണമെന്ന് പറയുമ്പോൾ ആത്മാവിനാൽ നിറയാതെ ജീവിച്ചാൽ, ആത്മാവിന്റെ നിറവില്ലാതെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും എന്ന കാര്യം ഇന്ന് പ്രകാരം ബൈബിളിൽ നിന്ന് ഞാൻ നമ്മെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കണമെന്ന് ക്രൈസ്തവ വിശുദ്ധന്മാരെ ദൈവത്തിന്റെ ആത്മാവ് ഉത്തേജിപ്പിക്കുമ്പോൾ, പറയുമ്പോൾ, സന്ദേശമായി പറഞ്ഞവരെ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ നിറയാതെ വന്നാൽ, ആത്മാവിന്റെ നിറവില്ലാതെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? വിശുദ്ധ ബൈബിളിനോട് വായിക്കുന്നു: ഗ്രീവിംഗ് ദ സ്പിരിറ്റ്, ആത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറയും. നമുക്കൊരു വായിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, മനുഷ്യ ജീവിതത്തില് നല്ലൊരു മഴക്കം എപ്പോഴും ഉണ്ടാവും, ഗുണദോഷവും എപ്പോഴും ഉണ്ടാവും, ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവും. ഒരാത്മീയ വിശ്വാസി, ഒരു ദൈവമൈതാനി, ഒരു ക്രിസ്ത്യാനി, ഒരു വിശുദ്ധൻ നല്ല ക്രിസ്ത്യൻ ജീവിതം നയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ആത്മാവിൽ നിറഞ്ഞി. നമുക്കറിയാം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പരിശുദ്ധാത്മാവ് യേശുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞു. ആവർത്തിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റി. അങ്ങനെയെങ്കിൽ നമ്മൾ നിറഞ്ഞില്ല എങ്കിൽ, നിറവ് ഉണ്ടാകാതിരുന്നാൽ, നിറവ് ലഭിക്കാതിരുന്നാൽ, നിറവ് സംഭവിക്കാതിരുന്നാൽ, നിറവ് പ്രാപിക്കാതിരുന്നാൽ എന്താണ് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഫലം എന്ന് ചോദിച്ചാൽ, നമ്മളെ ദൈവം തന്നിരിക്കുന്ന ആത്മാവ് ദുഃഖിക്കും. ആമേൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവം തന്റെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കാൻ
നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കാൻ നമ്മളെ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കുവാൻ പാടില്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന് 17-ാം വാക്യം വായിച്ചാൽ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാൽ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് ചെയ്യാത്തവന് അത് പാപം തന്നെ. പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, നന്മ നമ്മൾ ചെയ്യണം, നല്ലത് നമ്മൾ ചെയ്യണം, ഗുണമുള്ളത് നമ്മൾ ചെയ്യണം, ശ്രേഷ്ഠമായി നമ്മൾ ചെയ്യണം, യോഗ്യമായി നമ്മൾ ചെയ്യണം, മാന്യമായി നമ്മൾ ചെയ്യണം. മൂല്യാധിഷ്ഠിതമായ ഒരു കാര്യമേ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാവൂ. അങ്ങനെ ചെയ്യാൻ നമ്മൾ തുനിയിലായെങ്കിൽ, അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലം നമ്മളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബുദ്ധിക്കുന്നു. അതെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രിയ ദൈവമക്കളെ, പ്രിയാത്മാവ് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് അത് പാപമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നന്മ ചെയ്തു മുന്നോട്ട് പോകുവാനാണ്. തിന്മ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ പൂർവകാല ജീവിതത്തെ മാറ്റി മറിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മൂലം നമ്മൾ പഴയകാല ജീവിതത്തിലേക്ക് പോകരുത്. പ്രിയ ദൈവമക്കളെ, എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? നിറയേണ്ട വ്യക്തി നിറയാതിരിക്കുമ്പോൾ, നേരെ നടക്കേണ്ട വ്യക്തി നടക്കാതിരിക്കുമ്പോൾ, ചൊവ്വായി ജീവിക്കേണ്ട വ്യക്തി ചൊവ്വില്ലാതെ ജീവിച്ചാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഈ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രിയ ദൈവമക്കളെ, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ പരസ്പരം പ്രബോധിപ്പിക്കാൻ നാൾ സമീപിക്കുന്നു എന്ന് കാണുമ്പോൾ അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ വായിച്ചു, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ വിചാരിക്കാതെ. അപ്പം പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിച്ചു, എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ സന്തോഷം പോയി, എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആനന്ദം പോയി, എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കുറഞ്ഞു എന്ന് ഞാൻ എങ്ങനെ അറിയും? നിങ്ങൾക്കൊന്നറിയാൻ പറ്റുമോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ അറിയാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മള് അസംബ്ലിയെ അവഗണിക്കുക, ചർച്ച് കുടിവരവിനെ അവഗണിക്കുക, സഭാ സമ്മേളനത്തെ അവഗണിക്കുക, സഭയിലെ ഏതെങ്കിലും ഒരു ആത്മീയ കാര്യപരിപാടിയെ നമ്മൾ ഗവനിക്കാതിരിക്കുക. വില കൊടുക്കേണ്ടവന് വില കൊടുക്കാതെ, മൂല്യം കൽപ്പിക്കേണ്ടതിന് മൂല്യം കൽപ്പിക്കാതെ, പ്രാധാന്യമുള്ളതിനെ പ്രാധാന്യതയോടെ കാണാതെ വരുമ്പോൾ അവിടെ പാപമുണ്ടാകും. ആ പാപത്തിന്റെ ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒന്നാമത് അറിയണം, സൺഡേ സർവീസ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു എന്ന് നമ്മൾ അപ്പോൾ അറിയണം. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയത്തില്ല, അല്ലേ? യാക്കോബ് പറയുന്നത് നന്മ ചെയ്യാൻ അറിഞ്ഞിരുന്നിട്ട് ചെയ്യാത്തവനാണ് പാപം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത് ചിലർ ചെയ്യുന്നത് പോലെ നമ്മളും അങ്ങനെ ചെയ്യരുത്. അപ്പം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നന്മ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന ഞാൻ നന്മ ചെയ്യാതെ തിന്മ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് എന്നിൽ ദുഃഖിക്കുന്നു. ഞായറാഴ്ച കടമുള്ള ദിവസമാണ്
എന്റെ കടം വീട്ടണമെങ്കിൽ ഞാൻ ദൈവാലയത്തിലേക്ക് പോയി ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് കടം വീട്ടാതിരിക്കുമ്പോൾ നമ്മൾ അറിയണം, എന്നിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, പ്രിയ ദൈവമക്കളെ, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവാലയത്തിലേക്ക് വരുന്ന നമ്മുടെ ആ ആഗ്രഹത്തോടൊപ്പമുള്ള നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ ആലയത്തിലേക്ക് പോകുന്നത് നന്മ ചെയ്യുന്നതാണ്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ആ നന്മയോടുകൂടെ വേറൊരു കാര്യമുണ്ട്, കൂട്ടായ്മ. ഇതാണ് ഹോളി കമ്മ്യൂണിയൻ. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. അപ്പം ദൈവാലയത്തിൽ നിന്ന് ഈ കൂട്ടായ്മ നമ്മൾ ഉൾക്കൊള്ളാതെ വന്നാൽ, സ്വീകരിക്കാതെ വന്നാൽ, ഇതിനെ നമ്മൾ അംഗീകരിക്കാതെ തിരസ്കരിക്കുന്നു എന്നർത്ഥമായി നമ്മൾ അതിനെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിയണം, എന്നിൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഒരു മനുഷ്യനും ഇതിനെ ഒഴിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന്റെ മുൻപിൽ നിമിഷ നേരം കൊണ്ട് നമ്മുടെ പോരായ്മകളെ പരിഹരിച്ച്, നമ്മുടെ കുറവുകളെ പരിഹരിച്ച്, നമ്മുടെ അപാകതകളെ പരിഹരിച്ച് നമുക്ക് തിരിഞ്ഞു വരാൻ കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കർത്തൃമേശയിൽ പങ്കെടുക്കുവാനായി നമ്മൾ തിരിഞ്ഞു വരണം. അതിൽ പങ്കെടുക്കാതെ ഇരുന്നാൽ തിരിഞ്ഞു വരുന്നില്ല. അങ്ങനെ തിരിഞ്ഞു വരാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആത്മാവ് നമ്മളിൽ ദുഃഖിക്കുന്നു എന്നറിയാം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സൺഡേ സർവീസ്, മറ്റ് ഏത് പള്ളി കൂട്ടായ്മകളെയും നമ്മൾ ബഹിഷ്കരിക്കുമ്പോൾ, മുടക്കം വരുത്തുമ്പോൾ അവിടെ ആത്മാവ് ദുഃഖിക്കുന്നു. വിശുദ്ധ കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുക്കാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. നല്ലത് സംസാരിക്കാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖിയുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കള്, നമ്മൾ ദൈവത്തിന്റെ ഭക്തജനമാണ്. ഇതെല്ലാവരും ലോകത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാം ഉപയോഗിക്കുന്നതാണ് ഭക്തജനങ്ങൾ, അല്ലേ? നമ്മൾ ദൈവത്തിന്റെ ഭക്തിയുള്ള ജനങ്ങളാണ്, അവന്റെ ഭക്തന്മാരാണ്, ആ ലിസ്റ്റിൽപ്പെട്ടവരാണ്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഭക്തജനമാകിയാൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്ന ഒരാളുണ്ട്. അത് ഈ ഭൂമിയിൽ ആരുമല്ല, അത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംഭാഷണം തെറ്റാണെങ്കിൽ, യോഗ്യമല്ലാത്തതാണെങ്കിൽ, പ്രയോജനമില്ലാത്തതാണെങ്കിൽ, ആവശ്യമില്ലാത്ത ഒന്നാണെങ്കിൽ അവിടെ ആത്മാവിനെയും ദുഃഖിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആത്മാവ് ദുഃഖിക്കുന്ന ഒരനുഭവം ഒരു ക്രൈസ്തവനിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. നല്ലത് സംസാരിക്കണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം, നല്ല ചങ്ങാത്തം, നല്ല സഹകരണം, നല്ല യോജിപ്പ്, നല്ല ചേർച്ച നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ദുഃഖിക്കും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത് അറിഞ്ഞിരിക്കണം, ആത്മാവിൽ നിറയുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നിറയാതെ വന്നാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ അനന്തര ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണമെന്ന് പറയുന്നത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, അത് മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അപ്പൊ ആത്മാവിനാൽ നിറഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യും? ആത്മാവ് ദുഃഖിക്കും. ലൈ ടു ദ സ്പിരിറ്റ്. ആത്മാവിനെതിരെ കള്ളം പറഞ്ഞാൽ,
അപ്പൊ നമ്മൾ ഓർക്കും, നമ്മൾ ഈ ഭൂമിയിൽ ഒരു കള്ളം പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തി അത് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരെയായി തീരും. കണ്ടോ? ഒരിക്കലും ഇത്രയും വലിയ അനന്യാസ് വിചാരിച്ചു കാണത്തില്ല. അപ്പോൾ പത്രോസ് പറയാണ്, അനന്യാസേ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ. തൊട്ടുപുറകെ അനന്യാസിന്റെ ഭാര്യ വരികയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒത്തുകൂടിയാണ് ഈ സൂത്രം ആസൂത്രണം ചെയ്തത്. അപ്പോൾ തന്റെ ഭർത്താവായ അനന്യാസ് മരിച്ചു കഴിഞ്ഞു. ഭാര്യയോട് പറയാണ്, നിന്റെ ഭർത്താവിന്റെ ജീവനറ്റ ശരീരം അടക്കിയ ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്, എന്നിട്ടും അവൾക്കൊരു മാറ്റം വരുന്നില്ല. അവളും ആ സ്പോട്ടിൽ മരിച്ചു വീഴുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ദുഃഖമാണ്. 1-ാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ നുണ എന്ന് നമ്മൾ പറഞ്ഞാൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് സംഭവിക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ മഹാകരുണയാണ്. പ്രിയ ദൈവമക്കളെ, ആ കരുണയില്ല എങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ കാണത്തില്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അനന്യാസം സഭീകരണം ചെയ്തതിന്റെ അപ്പുറം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പട്ടുപോകാതിരിക്കുന്നിടത്താണ് ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉള്ളതെന്ന കാര്യം നമ്മൾ മറക്കരുത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞില്ല എങ്കിൽ ഒന്നാമത് പരിശുദ്ധാത്മാവ് നമ്മളിൽ ദുഃഖിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ വ്യാജം നുണ പ്രചരിപ്പിക്കുന്നവരായി തീരുമെന്ന് ബൈബിളിൽ കാണുകയാണ്. വീണ്ടും ദൈവമക്കളെ, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ പൗലോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ പൗലോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ആത്മാവിനെ കെടുത്തിക്കളയരുത്. കണ്ടോ? ഒന്നാമത് ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. രണ്ടാമത് ആത്മാവിനെതിരെ വ്യാജം പറയരുത്. മൂന്നാമത് പറയാണ് ആത്മാവിനെ കെടുത്തിക്കളയരുത്. അപ്പോ ആത്മാവ് കെട്ടുപോകും, അല്ലേ? ആത്മാവിന്റെ ജ്വാല ഇല്ലാതെയായി പോകും. നമുക്കറിയാം, പഴയ നിയമത്തിൽ സമാഗമന കൂടാരം, ആ സമാഗമന കൂടാരിൽ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. എന്നാൽ ആ വിശുദ്ധ സ്ഥലത്ത് നിലവിളക്ക് എന്ന് പറയുന്ന ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. ആ നിലവിളക്കിൽ മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നവർ ആ വിളക്ക് എപ്പോഴും വൃത്തിയാക്കി ആ നിലവിളക്കിൽ കത്തുന്ന ആ ചരടിലെ കരി അഴുക്കുകൾ മാറ്റി വൃത്തിയാക്കി വെച്ചാണ് എന്നും പരീക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, സന്ധ്യ മുതൽ സന്ധ്യ വരെ അത് കത്തിക്കൊണ്ടിരിക്കണം. പകലല്ല കത്തേണ്ടത്, രാത്രിയാണ് കത്തേണ്ടത്. സന്ധ്യ മുതൽ സന്ധ്യ വരെ അത് കത്തിക്കൊണ്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അന്ധകാരമായ ഈ ഭൂമിയിൽ നമ്മളിലുള്ള ആത്മാവിനെ കെടുത്തിക്കളയരുത്. ആമേൻ. നമ്മുടെ ഹൃദയം, നമ്മുടെ നമ്മുടെ മനസ്സാക്ഷിയല്ല ആവശ്യമില്ലാത്ത നടപടികളിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. കത്തിക്കൊണ്ട് എപ്പോഴും നിന്നാൽ കുഴപ്പമില്ല. ആ കത്തുന്ന വിളക്ക് കെട്ടുപോകാൻ പല കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, പ്രകൃതി അതിനെതിരെ വന്നാൽ അത് കെട്ടുപോകും. രണ്ടാമത്, കുറെ സമയം കത്തിയതിനു ശേഷം അതിന്റെ തിരി നല്ലതുപോലെ ജ്വാല മുന്നോട്ട് വരുന്നതിനെ തടഞ്ഞു നിർത്തുമ്പോൾ അത് കെട്ടുപോകും. മൂന്നാമത്, അതിനകത്ത് എണ്ണയില്ലെങ്കിൽ അത് കെട്ടുപോകും. പ്രിയ ദൈവമക്കളെ, ലോകം, ജഡം, പിശാച്, ഇത് മൂന്നും നമുക്ക് എതിരാണെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വിളക്ക് കെട്ടുപോകുന്നതിന് 3 കാരണം. ഒന്ന്, അതിനകത്ത് എണ്ണ ഇല്ലാതെ പോയാൽ കെട്ടുപോകും. രണ്ടാമത്, അതിനകത്ത് കത്തി അതിന്റെ പ്രകാശം വീണ്ടും മുന്നോട്ട് വരുന്നതിന് തടസ്സമായി കത്തി തീർന്ന ആ കരി അവിടെ അങ്ങനെ മുഷ്ടി പിടിച്ചു നിന്നാൽ അത് മുന്നോട്ട് വരത്തില്ല.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അത് മാത്രമല്ല, മൂന്നാമത്, പ്രകൃതി എതിരായി വരുമ്പോൾ നമുക്കറിയാം, കാറ്റടിച്ച് വിളക്ക് കെട്ടുപോയി അല്ലേ? നമ്മൾ പറയാല് ലോകവും ജഡവും പിശാചും, ഇത് മൂന്നും ആത്മാവിലുള്ള നമ്മുടെ നിറവിനെ തടഞ്ഞു കളയും. ആമേൻ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ലോകം നമ്മളെ തടയാതിരിക്കട്ടെ, നമ്മുടെ ശരീരം നമ്മളെ തടയാതിരിക്കട്ടെ, ഒരിക്കലും എതിരാളിയെ പിശാച് നമ്മളെ തടയാതിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ പലവട്ടം ആഗ്രഹിച്ചു, സാത്താൻ എന്നെ തടഞ്ഞു. അവസാനം എല്ലാ സാത്താന്റെ എതിർപ്പുകളെ അതിജീവിച്ച് പൗലോസ് പോവുകയാണ്. നിങ്ങൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 27, 28 അധ്യായങ്ങൾ നോക്കുമ്പോൾ 27-ാം അധ്യായത്തിൽ പൗലോസ് അവസാനമുള്ള തന്റെ റോമിലേക്കുള്ള അന്ത്യയാത്രയാണ്. പൗലോസ് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റോം കാണണമെന്നൊരാഗ്രഹം. കാരണം ഒരു യഹൂദനായി പാലസ്തീനിൽ, ജെറുസലേമിൽ, ഇസ്രായേൽ ജനിച്ചു വളർന്ന പൗലോസിന്റെ ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലമാണ് റോമ നഗരം എന്ന് പറയുന്നത്. ആ റോമ നഗരം കാണണമെന്ന് പൗലോസ് ആഗ്രഹിച്ച് ആ റോമ നഗരത്തിലേക്ക് താൻ പോകുന്നത് തടവുകാരനായിട്ടാണ്. പക്ഷെ കപ്പലിലാണ് പോകുന്നത്, മറ്റൊരു യാത്രാ സൗകര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈശാന മൂലൻ എന്ന് പറയുന്ന കാറ്റ് അടിച്ചിട്ട് പൗലോസിനെ ഓർത്ത് അതിലുള്ള ഒരു തടവുകാരും ഒരു സൈന്യ ഉദ്യോഗസ്ഥരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സൂക്ഷിച്ച് പൗലോസിനെ റോമിൽ കൊണ്ടെത്തിക്കുക. പ്രിയ ദൈവമക്കളെ, ആ കാറ്റടിച്ച് കപ്പൽ മുങ്ങി നശിച്ചു പോകാതിരിക്കുവാൻ ഒറ്റയൊരു മനുഷ്യന്റെ ആ നന്മ മാത്രമാണ് കാണണമെങ്കിൽ അത് പൗലോസ് അപ്പോസ്തലനാണ്. ആവർത്തിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഈ കടൽ ശോഭിച്ച് ഷോക്കടിക്കുമ്പോൾ പറയുന്നുണ്ട് പൗലോസിനോട്, നിന്റെ ജീവൻ ഒരു കോട്ടം വരാതെ അവിടെ കൊണ്ടെത്തി. പ്രിയ ദൈവമക്കളെ, പൗലോസ് എന്ന ഒരു വ്യക്തിയെ ഓർത്ത് ആ കപ്പലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റൊത്തിരി തടവുകാരും യാത്രക്കാരും നശിക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ വീണ്ടും പറയട്ടെ, ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ നല്ലൊരു ജീവിതം നയിച്ച പൗലോസിന്റെ ജീവിതത്തിൽ മരണത്തിന്റെ വക്കിൽ പോലും ദൈവത്തിന്റെ കാവൽ തന്റെ മേലുണ്ടായി. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആത്മാവിൽ നിറയാതെ വന്നാൽ ആത്മാവ് എന്ത് ചെയ്യും? ഒന്നാമത് ദുഃഖിക്കും. രണ്ടാമത് ആത്മാവിനെതിരെ നമ്മൾ എന്ത് ചെയ്തു? കള്ളം പറഞ്ഞ് ആത്മാവിന് പ്രയാസമുണ്ടാകും. മൂന്നാമത് ആത്മാവിനെ നമ്മൾ കെടുത്തിക്കളയും, നമ്മളിൽ കെട്ടുപോകും. ഇങ്ങനെയാണ് സുവിശേഷത്തിൽ പറയുന്നത്, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിക്കുന്നു. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓർത്തേക്കണം, നമ്മൾ സാധാരണ ദൈവത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചം ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ വാഴുമ്പോൾ ആ വെളിച്ചം ഇരുളാകാതിരിപ്പാൻ, ആ വെളിച്ചം ഇരുണ്ടു പോകാതിരിപ്പാൻ, ആ വെളിച്ചം കറുത്തു പോകാതിരിപ്പാൻ, ആ വെളിച്ചം മൂടുന്ന ഒരു അനുഭവത്തിലേക്ക് പോകാതിരിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കണമെന്ന് കർത്താവിന്റെ നാം പ്രവർത്തിക്കട്ടെ. ആത്മാവിൽ നിറയേണ്ട വ്യക്തി നിറയാതിരിക്കുമ്പോൾ ഒന്നാമത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു, രണ്ടാമത് പരിശുദ്ധാത്മാവിനെതിരെ ആ വ്യക്തി നുണ പറയുന്ന അനുഭവത്തിലേക്ക് പോകുന്നു, മൂന്നാമത് പരിശുദ്ധാത്മാവിനെ ആ വ്യക്തി കെടുത്തിക്കളയാണ്, നാലാമത് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 51-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 51-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. റെസിസ്റ്റ് ചെയ്യുക. അപ്പോസ്തലപ്രവൃത്തി 7-51 പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുക. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ ജ്വലിച്ചു നിറഞ്ഞ് മുന്നോട്ട് വരുന്ന ആത്മാവിനോട് നമ്മൾ എന്ത് ചെയ്യരുത്? എതിർക്കരുത്. എതിർക്കാതെ ഇരുന്നാൽ, പ്രതിരോധിക്കാതെ ഇരുന്നാൽ, നമ്മൾ പരിശുദ്ധാത്മാവിനോടല്ല പ്രതിരോധിക്കേണ്ടത്, സാത്താനോടാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. നമ്മൾ മുഷ്ടി ചുരുട്ടി കാണിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടല്ല, നമ്മുടെ എതിരാളിയായ പിശാചിനോടാണ്. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനാൽ നിറഞ്ഞില്ല എങ്കിൽ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു, ആത്മാവിനെതിരെ നമ്മൾ വ്യാജ പ്രവൃത്തി ചെയ്യുന്നു, ആത്മാവിനെ നമ്മൾ കെടുത്തി കളയുന്നു, നാലാമത് ആത്മാവിനോട് നമ്മൾ എതിർത്ത് നിൽക്കുന്നു.
ഒരിക്കലും എതിർക്കരുത്. സ്തേഫാനോസ് മരണത്തിന്റെ വാക്കിൽ നിൽക്കുമ്പോഴാണ് ഈ വാക്ക് പറയുന്നത്. തന്നെ പിടിച്ച യഹൂദന്മാർ തന്നെ കല്ലെറിഞ്ഞു. തന്റെ ജീവൻ തന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള സമയം ആസന്നമായിരിക്കുമ്പോൾ സ്തേഫാനോസ് പറയാണ്, നിങ്ങള് ഹൃദയത്തിനും മനസ്സിനും ചെവിക്കും ഒന്നും പരിച്ഛേദന ഏറ്റിട്ടില്ല. കാരണം സ്തേഫാനോസ് പറഞ്ഞത് ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് അവരുടെ ചെവിക്ക് പരിച്ഛേദന ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ഓർക്കണം, പരിച്ഛേദന ചെവിക്കുള്ളൂ. പിടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഹൃദയത്തിന് മാത്രമല്ല പരിച്ഛേദന, ചെവിക്കും പരിച്ഛേദനയുണ്ട്. കാരണം ചെവി കൊണ്ട് കേൾക്കണമല്ലേ. കേൾക്കാതെ വന്നാൽ, കേട്ട് സ്വീകരിക്കാതിരുന്നാൽ, കേട്ടനുസരിക്കാതിരുന്നാൽ ചെവിക്ക് പരിച്ഛേദനയില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ നല്ല ഒരു പ്രാഗൽഭ്യമുള്ള ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് നല്ല ഒരു പരിച്ഛേദന എന്ന് പറയുന്നത് ആവശ്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തിനാണ്, യഹൂദന്മാർക്കാണ് ആദ്യമായിട്ട് നിയമം കൊടുക്കുന്നത് 7-ാം ദിവസം, അല്ലേ? പുരുഷപ്രജയൊക്കെയും 7-ാം ദിവസം പരിച്ഛേദന ഏൽക്കണം. പ്രിയ ദൈവമക്കളെ, അത് വെറുതെ പറയുന്നതല്ല, ആ ദിവസത്തിന് പോലും പ്രാധാന്യമുണ്ട്. കാരണം ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ ഏറ്റവും അധികം തന്റെ ബ്ലഡ് ആ പരിച്ഛേദന ചെയ്യുന്ന അവയവത്തിലൂടെ പമ്പ് ചെയ്തു പോകുന്ന ദിവസം 7-ാം ദിവസമാണ്. ഏറ്റവും നല്ലതുപോലെ ബ്ലഡ് തടസ്സമില്ലാതെ റൺ ചെയ്യുന്ന ആ ദിവസം പരിച്ഛേദന ചെയ്താൽ അവിടെ അതിന്റെ വില വലുതായിരിക്കുമെന്ന് ദൈവം പറയുന്നു. 8-ാം നാളിൽ പരിച്ഛേദന എത്ര ഭയങ്കരമാണ്. അപ്പൊ ഒരു പുതിയ ഒന്നിലേക്ക് കൂടെ പോവുകയാണ്. 7 ദിവസം കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞു. 8 എന്ന് പറയുമ്പോൾ പുതിയ ഒന്നാണ്. ഒരാഴ്ച പൂർത്തീകരണം 7 ദിവസം കൊണ്ട് തീർന്നു. 8ലേക്ക് വരുമ്പോൾ പുതിയ ഒന്നായി തീരുകയാണ്. 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുമ്പോൾ ആ വ്യക്തി പുതിയ വ്യക്തിയായി തീരുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ചെവിക്ക് പരിച്ഛേദനയേറ്റ വ്യക്തി ദൈവവചനത്തോട് താതാത്മ്യപ്പെട്ടിരിക്കാൻ തന്റെ ജീവനും ഒരു പുതിയ അനുഭവത്തിലേക്ക് പോകാനുള്ള ഒരുക്കമുണ്ടാകുകയാണ്. ഹൃദയത്തിന് പരിച്ഛേദന ഏൽക്കുമ്പോൾ ഹൃദയത്തിൽ കേട്ട വചനം സ്വീകരിച്ച് രക്ഷപ്പെട്ടതിന്റെ ഒരു പുതുപുത്തൻ അനുഭവത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആത്മാവിൽ നിറയാതെ ഇരുന്നാൽ ഒന്നാമത് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, രണ്ടാമത് ആത്മാവിനെതിരെ വ്യാജം പറയുന്നു, മൂന്നാമത് ആത്മാവിനെ കെടുത്തിക്കളയുന്നു, നാലാമത് ആത്മാവിന് എതിരെ നിൽക്കുന്നു, അഞ്ചാമത് നമ്മൾ വായിച്ചാൽ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം 29-ാം വാക്യം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമെന്ന് കരുതുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ, ഇൻസൾട്ട് ചെയ്യുക, നിന്ദിക്കുക. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും ആരെ ഇൻസൾട്ട് ചെയ്യാൻ പോകും. ആ വാക്ക് പലപ്പോഴും മലയാളത്തിൽ ആരും ഉപയോഗിക്കുന്നില്ല. ഏത് മനുഷ്യനും ഈ ഇംഗ്ലീഷിലെ ഉപയോഗിക്കുകയുള്ളൂ. ഒരു മനുഷ്യനെ നിന്ദിക്കുക എന്നർത്ഥം, പുച്ഛിക്കുക എന്നർത്ഥം, തുച്ഛീകരിക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, ഭിക്ഷക്കാരനെ പടിവാതിക്കൽ വെച്ച് പുച്ഛിക്കരുത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ വന്നാൽ അവന് നമ്മൾ ആട്ടിക്കളയരുത്. കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് നല്ല വാക്ക് പറയാൻ നമ്മൾ പുച്ഛിച്ചു കളയരുത്. പലരും ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവം തുച്ഛിക്കരുത്. ആത്മാവിനെതിരെ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ആയിത്തീരാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയ ദൈവമക്കളെ, ആത്മാവിനാൽ നിറഞ്ഞില്ല എങ്കിൽ ഒന്നാമത് ആത്മാവിനാൽ ദുഃഖിക്കേണ്ടി വരും, രണ്ടാമത് ആത്മാവിനെതിരെ വ്യാജം പറയേണ്ടി വരും, മൂന്നാമത് ആത്മാവിനെ കെടുത്തി കളയേണ്ടി വരും, നാലാമത് ആത്മാവിനോട് പ്രതിരോധിക്കേണ്ടി വരും, അഞ്ചാമത് ആത്മാവിനെ നിന്ദിക്കേണ്ടി വരും. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ സാറിന് പറയും ബ്ലെയിം ചെയ്യാൻ പറയും, തള്ളിക്കളയും. മത്തായി സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യത്തിൽ, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. പ്രിയ ദൈവമക്കളെ, ഇതിനേക്കാൾ വലിയ ഒരു ചാൻസ് നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ നിന്ന് കിട്ടാനില്ല. മനുഷ്യരുടെ മുൻപിൽ നമ്മുടെ യേശുവിനെ കർത്താവ് ഈ ഭൂമിയിൽ പറഞ്ഞാൽ ആ വാക്ക് തീരുന്ന മാത്രമേ പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥനായിരിക്കുന്ന മഹാപുരോഹിതനായ കർത്താവായ യേശു നമ്മളെ കുറിച്ച് പറയും, ആ ആള് ഗുഡ്, ആ ആള് നല്ലത്. ഇത് നമ്മൾ കേൾക്കത്തില്ല അല്ലെ? ഭയങ്കരമാണ്. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാം. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇനിയോളം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുന്നവരോടൊക്കെ യേശുവിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. വേറെ ഒന്നും വേണ്ട, അദ്ദേഹത്തെ നമ്മൾ പ്രശ്നം ചെയ്യാനൊന്നും പോകണ്ട. യേശു എന്ന രക്ഷകൻ,
മറ്റൊരുത്തനും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം അത് യേശുവിന്റെ നാമമാണ്. അല്ലേ? ബൈബിൾ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴുവൻ മടങ്ങും. യേശു അല്ലാതെ ഒരുത്തരുമില്ല രക്ഷിക്കുക. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണം. യേശുവിനെ സാക്ഷീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നലെയും നൈജീരിയയിൽ 6 പേരെ അവിടെയുള്ള ആരാന്ന് നമുക്കറിയാമല്ലോ, ഇസ്ലാമിക് തീവ്രവാദികൾ IS അവര് കൂട്ടക്കൊല ചെയ്യുന്നു. പുരുഷന്മാരെ വിട്ടിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും. യേശുവിനെ ഏറ്റുപറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ, യേശുവിനെ ആരാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, എന്നേക്കാൾ ഉപരി മരണം നമ്മുടെ ജീവനെതിരെ നിൽക്കുമ്പോൾ യേശുവിനെ ത്യജിച്ച് ഗന്ധകപ്പൊയ്യയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് യേശുവിനെ ഏറ്റുപറഞ്ഞ് ആകാശമണ്ഡലത്തിനപ്പുറമായ സ്വർഗത്തിലേക്ക് പോകുന്നു. നല്ലതാണ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പൗലോസ് പറയാണ്, അവനെ അറിയിക്കുന്നതിൽ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായിട്ട് ഞാൻ അത് ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. റോമൻ പട്ടാളക്കാരനുമായി കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചു കിടക്കുമ്പോൾ എങ്ങനെയും എങ്ങനെ അയച്ചുവിടണമെന്ന് ഒരു വാക്ക് പറയാത്ത പൗലോസ്, ആരെല്ലാം തന്റെ വലത്തുമിടത്തുമായി റോമൻ പട്ടാളക്കാർ തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടന്നിട്ടുണ്ടോ അവരോട് മുഴുവനും പൗലോസിന് പറയാനുണ്ടായിരുന്നത്, ഏറ്റു പറയാനുണ്ടായിരുന്നത്, യേശു എന്ന ഏകരക്ഷകൻ. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ആ പൗലോസ് അവസാനം തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയാണ്, ആ സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വരികയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കൊലയ്ക്ക് വിധിച്ച നീറോ പോലും ഒരവസരത്തിൽ പൗലോസിനെ വിടുകയാണ്. പൗലോസിന് ചെയ്യേണ്ടത് ചെയ്ത് തീർക്കാതെ ഒരു മനുഷ്യനും പൗലോസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുഴുവൻ തന്റെ ദൗത്യം തീർന്നു കഴിഞ്ഞപ്പോഴാണ് തന്നെ കുരിശിലേക്ക് കൊണ്ടുപോയി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മള് ഒരവസരം കിട്ടിയാൽ യേശുവിനെ കുറിച്ച് പറയണം. ഒന്നും വേണ്ട, പരസ്യമായിട്ട് പക്ഷേ നിങ്ങൾക്ക് പോയി എടുത്ത് പ്രസംഗിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അടുത്ത് കൂടിയിരിക്കുമ്പോൾ അല്ലേ, യേശുവാണ് രക്ഷകൻ, യേശുവാണ് ദൈവം, യേശുവാണ് കർത്താവ് എന്നൊരു വാക്ക് പറയണം. എന്നിട്ട് ആ വ്യക്തിയെ കൈപിടിച്ച് വേണമെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ അവന്റെ മനസ്സിന് ആ സമയത്ത് തന്നെ ഒരു വ്യതിയാനം നമ്മൾ കാണാതെ പോലെ സംഭവിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മറക്കരുത്, ആത്മാവിൽ നിറയേണ്ട നമ്മൾ നിറയാതെ വന്നാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയേണ്ടി വരും, പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയേണ്ടി വരും, പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കേണ്ടി വരും, പരിശുദ്ധാത്മാവിനെ അപമാനിക്കേണ്ടി വരും, പരിശുദ്ധാത്മാവിനെ നിസ്സാരമായി വില കുറച്ച് തുച്ഛീകരിക്കേണ്ടി വരും. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് മത്തായി 10:32 ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവ് ഏറ്റുപറയും. അതുകൊണ്ട് നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ യേശുവിനെ ഈ ഭൂമിയിൽ വലിയവനായിട്ട് പറയണം, യേശുവിനെ ഉന്നതനായിട്ട് പറയണം. നിങ്ങൾ ഇന്നലെ വൈകിട്ട് ന്യൂസ് കേട്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വനിതാ ലോകകപ്പ് മേടിച്ച ബോംബെയിലെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു പാസ്റ്ററുടെ മകൾ. നിങ്ങൾക്ക് അറിയാനിക്കുമല്ലോ അല്ലെ? ആ പെണ്ണിന്റെ പേരിന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കണ്ടോ? ആ പെൺകുട്ടി ഇന്നലെ രാത്രി പറഞ്ഞ ഒരു ന്യൂസ് ഞാൻ കേൾക്കുകയാണ്. ഇന്നലെ യേശുവിനെ ഈ ചാനലിലൂടെ പറയുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ബോംബെയിൽ വെച്ച് തന്നെ ഈ അക്രൈസ്തവർ അപമാനിച്ച് തന്നെ അപ്പനെയും ആ സ്റ്റേഡിയത്തിൽ നിറക്കി വിടുന്നതെന്ന് ഇന്നലെ പറഞ്ഞു. ഞാനിപ്പോൾ ആ ഡേറ്റ് ഇന്നലെയാണ് എനിക്ക് ഒന്ന് എക്സൈറ്റ് ആയിട്ട് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ആ പെൺകുട്ടി പറയാണ്, എന്നെയും എന്റെ അപ്പനെയും ഒരു സുവിശേഷം നടത്തിയതിന്റെ പേരിൽ ബോംബെയിലെ ആ സ്റ്റേഡിയത്തിൽ നിന്ന് പിടിച്ചിറക്കി വിട്ട് അപമാനിക്കുന്നത്. ആ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആ പെണ്ണ് ഉയർത്തപ്പെടുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാം, ലോകകപ്പ് ഇന്ത്യയിലെ വനിതാ ടീം നേടിയെങ്കിൽ അതിന് കാരണക്കാരി ഈ ഒരു പെൺകുട്ടിയാണ്. കാരണം സെമി ഫൈനലിലാണ് 134 റൺ അവരുടെ കൂറ്റൻ സ്കോറാണ് ഫൈനലിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഇല്ലെങ്കിൽ ഫൈനൽ കാണത്തില്ല ഇന്ത്യൻ ടീം. പലപ്പോഴും അപമാനിതരുടെ മുൻപിൽ ഉയർത്തുന്ന ദൈവം. ഇന്നലെ ആ കുട്ടി അത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ യേശുവിനെ പറയുന്നതിന് ഒരു മടിയുമില്ല. നമ്മൾ പറയാണ്, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ സ്റ്റേഡിയത്തിൽ വെച്ചും എന്നെയും എന്റെ അപ്പനെയും മാറ്റിയിറക്കിയെങ്കിൽ ആ സ്റ്റേഡിയത്തിൽ വെച്ച് ദൈവം എന്നെ വാനോളം ഉയർത്തി. അതാ ഞാൻ പറഞ്ഞത്, ഏറ്റു പറയുന്നതിൽ മടിയുണ്ടാകരുത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്കൊരാളോട് വ്യക്തിപരമായിട്ട് പറയാം, പരസ്യമായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞത് വരാം.
പക്ഷേ വ്യക്തിപരമായിട്ട് പറയാം, യേശുവിനേക്കാൾ വലിയ ഒരുത്തനുമില്ല, യേശുവിനേക്കാൾ നല്ലവൻ ഒരുത്തനുമില്ല, യേശുവിനേക്കാൾ വലിയവനോ ശ്രേഷ്ഠനോ ഉന്നതനോ ആരുമില്ല. യേശു എന്ന ഏകനാണ് ലോകരക്ഷകൻ എന്ന് പറയാൻ നമുക്കൊരു മടിയുമുണ്ടാകരുത്. അങ്ങനെയെങ്കിൽ ഈ ഏറ്റുപറച്ചിലിന് മുൻപിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുയർത്തുവാൻ ഇടവരും. കർത്താവിന്റെ നാമത്തിൽ നമുക്കതിനായി മുന്നോട്ട് പോവാം. നമുക്ക് യേശുവിനെ ഏറ്റുപറഞ്ഞ് അനുഗ്രഹിക്കപ്പെടാം.